കല്യാണം കഴിക്കുന്നത് അടിമത്തമാണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ലെറ്റ്സ് ചെക്ക് പബ്ലിക് ഒപ്പീനിയൻ. ഈ കല്യാണം കഴിഞ്ഞാൽ അടിമത്തമാണ്, അല്ലെങ്കിൽ കല്യാണം എന്ന് പറയുന്ന അടിമത്താണെന്ന് തോന്നിയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്റെ പാർട്ട്ണർ അടിപൊളിയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. അല്ല, പൊതുവെ കല്യാണം എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടിമത്തം. അത് വേറൊരു കാര്യം ഉണ്ട്, എന്താണെന്നറിയോ, കിട്ടുന്ന പാർട്ട്ണർ അടിപൊളിയാവണം കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ തോന്നിയിരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട്? പാർട്ട്ണർ വളർന്ന രീതിയിലും കെട്ടിക്കൊണ്ടുപോയിടത്തും അങ്ങനെ അതുകൊണ്ട് വലിയ പ്രശ്നമാണ്. ഇപ്പൊ പൊതുവെ ചിലവരൊക്കെ പറയല്ലോ കല്യാണം ഇങ്ങനെ ലോക്കായി പോകും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് ആ ടെൻഷൻ. ലോക്കായി പോവും, എവിടെയും പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്രീഡം കിട്ടത്തില്ല എന്നൊക്കെ. അതന്നെ ഞാൻ പറഞ്ഞ പോലെ പാർട്ട്ണർ നമുക്കെല്ലാം സപ്പോർട്ടാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ പൊതുവെ നമ്മുടെ വീട്ടുകാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ കല്യാണം കഴിഞ്ഞ് നീ എന്ത് വേണമെങ്കിലും ചെയ്തു വന്ന. അപ്പൊ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ തോന്നിയിട്ടില്ല. പറ്റില്ല. കല്യാണം അത് ഒന്നും സമ്മതിക്കാത്ത ആളാണ് ഞാൻ കഴിഞ്ഞു ഇവിടെ ഒന്നും പറയാതെ ഒന്നും പറയാനോ. കല്യാണം അടിമത്തായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. അതെന്താ അങ്ങനെ പറയാൻ? നമ്മൾ നോർമലി പറയാറില്ലേ, കല്യാണം കഴിച്ചാൽ പാങ്കൊച്ചാണെങ്കിൽ പെങ്കൊച്ചാലും ലോക്കായി പോകും, അങ്ങനത്തെ ഒക്കെ ചിലവരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അടിമത്തായി പോകും അങ്ങനെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലോക്കായി പോകുന്ന തോന്നിയിട്ടുണ്ടോ? അത് മെയിനായിട്ട് ചിലപ്പോൾ പാരൻസിൻ്റെ ഒരു എന്താണ് ഫ്രീഡം കൊടുക്കാനില്ലായ്മ, അതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണെങ്കിൽ അവർക്ക് കുഴപ്പമുണ്ടാവില്ല. എന്നാൽ പോലും നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഇപ്പൊ ആൺകൊച്ചുങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഭാര്യമാരെ പേടി, അല്ലെങ്കിൽ ഭാര്യമാരുടെ എന്തെങ്കിലും ഫ്രണ്ട്സിനൊപ്പം പുറത്താണെങ്കിൽ ഭാര്യമാരെ എന്തെങ്കിലും പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല വീഡിയോസിലാണെങ്കിലും നേരിട്ടാണെങ്കിലും അങ്ങനെ ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ കറന്റ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് പോലെ അല്ല അത് ഡിപ്പെൻഡ് ചെയ്യണേ. പക്ഷെ അത് നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ, അത് അടിമത്താന്ന്. അപ്പൊ നിങ്ങൾ അങ്ങനെ ആയിരിക്കോ, പേടിക്കോ? അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾക്കിപ്പോ അങ്ങനെ ഒരു മാരേജ് ലൈഫിലോട്ട് വരുമ്പോ നിങ്ങൾ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ഫ്രീഡം കൊടുക്കും, അല്ലെങ്കിൽ ഭാര്യക്ക് വേണ്ട ഫ്രീഡം കൊടുക്കും? അപ്പൊ പെർമിഷൻ ചോദിക്കേണ്ട അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഒരു അടിമത്തമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു അടിമത്താണെന്ന് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചാൽ ലോക്കായി പോവും, അല്ലെങ്കിൽ ഒരാളുടെ അണ്ടറിൽ വരും, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് ഓരോ പാർട്ട്ണർ അനുസരിച്ചിരിക്കുമല്ലോ, എങ്ങനെയാണെന്നുള്ളത്. ലവ് മാരേജ് അറേഞ്ച് മാരേജ് ഒന്നും ഇല്ല, എന്നാലും നമുക്ക് കിട്ടുന്ന പാർട്ട്ണറിനെ പോലെ ഇരിക്കും പിന്നുള്ള ലൈഫ്. നമ്മുടെ ഫ്രീഡം നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. എന്താ തോന്നുന്നത്, അങ്ങനെ ആണ് അടിമയാണെന്ന് തോന്നുന്നു? അല്ല, ഇപ്പൊ ആ സാഹചര്യത്തിൽ ചിലപ്പോ വർക്കില്ലാത്ത ഇതിലാണെങ്കിൽ അവരുടെ കീഴിലല്ലേ വർത്തായി ഇതൊക്കെ അങ്ങനെ തോന്നി. ഇപ്പൊ ഒരു നമ്മുടെ പൊതുവെ ഒരു ഇതിൽ വെച്ച് നോക്കിയാൽ ഒരു ഏജ് ചെയ്യുമ്പോഴത്തേന് പെൺകുട്ടികളെ പിന്നെ പറയണ്ട, ഒരു ഏജ് ആകുമ്പോൾ 20 കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു പ്രഷറിങ് ആണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഈ ഇപ്പൊ പാരൻസ് ആണെങ്കിലും അവര് റെഡി, മീൻസ് ഈ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും റെഡിയാണെന്ന് നോക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അവർക്ക് സമ്മതമാണ്, അവര് പ്രിപ്പയർ ആണോ? അതെന്തായാലും നോക്കണം. കാരണം ഏജിലല്ലല്ലോ മെച്യൂരിറ്റി ഉള്ളത്. ഇപ്പൊ ചിലർക്ക് ഓരോരോ ടൈം ഉണ്ടാവും. അപ്പൊ ചുമ്മാ പിടിച്ച് കെട്ടിച്ചു കഴിഞ്ഞാല് പിന്നെ അത് പിന്നെയും പ്രശ്നമാണ്. പൊതുവെ നോക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നോക്കാറുണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് പിന്നെ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ നോക്കണം എന്നാണ് കുറച്ചും കൂടി. ഇപ്പൊ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞാൽ ഒരാളുടെ അണ്ടറിൽ വരും, അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ പല ഫാമിലീസും അങ്ങനെ പെൺകുട്ടികൾ ജോലിക്ക് പോട്ടെ എന്ന് ആലോചിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ ഒരു കാലത്തും? ചില ടൈമിലൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാലും മെജോറിറ്റി നോക്കുമ്പോ എന്താ തോന്നാറ്? വർക്ക് ചെയ്ത് കഴിഞ്ഞാല് അവരുടെ കീഴിൽ വർക്ക് ചെയ്താവേണ്ട കാര്യമില്ലായിരിക്കും, വരണ്ടെന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതിന് ഇപ്പൊ ഈ അടിമത്തെല്ലാം അങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ വരുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഈ ഒരു ഒരാൾ അണ്ടർ വരുന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ് മാത്രമല്ല, നമ്മൾ നമ്മുടെ സ്വന്തം ഒരു ഇതിൽ നിൽക്കാൻ. അല്ലാതെ എത്ര സ്നേഹം എന്ന് പറഞ്ഞാലും സ്വന്തമായിട്ട് ജോലി നിർത്തി ജോലി ചെയ്ത് ജീവിക്കണം സ്വന്തമായിട്ട്. അല്ലാതെ മറ്റേ ആളുടെ സാലറി കൊണ്ട് ജീവിക്കാന്ന് വിചാരിക്കും. അപ്പൊ അതൊരു അടിമത്തമാണ് ശരിക്കും. കല്യാണം അടിമത്താണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഓരോരുത്തരുടെ കോൺസെപ്റ്റ് അനുസരിച്ചിരിക്കും. ഓരോരുത്തരുടെ മാരേജ് ഓരോ കോൺസെപ്റ്റ് അനുസരിച്ചാണ്. ചിലവർക്ക് മാരേജിന് തന്നെ വാല്യൂ ഇല്ല, അത് ഓരോരുത്തരുടെ കോൺസെപ്റ്റ് അനുസരിച്ച്. നമ്മൾ പൊതുവെ പറയില്ലേ കല്യാണം കഴിച്ചാൽ ലോക്കായി പോയി, ആണായാലും പെണ്ണായാലും സെയിം ആയിട്ട് പറയാറില്ല.
ആണുങ്ങൾക്കാണെങ്കിലും പുറത്തു പോകണമെങ്കിൽ ഭാര്യയുടെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാൻ ഭാര്യയുടെ പേര്. പെണ്ണുങ്ങൾക്കാണെങ്കിലും സെയിം തന്നെ, പെർമിഷൻ ചോദിക്കണം, വീട്ടുകാരുടെ പെർമിഷൻ വേണം, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും പഴയ കാലഘട്ടത്തിൽ സെയിം രീതി ഫോളോ ചെയ്യുന്ന ഓരോ ആൾക്കാരുണ്ട്. ചില ആൾ പണ്ട് മുതലേ മോഡേൺ രീതിക്ക് ഫോളോ ചെയ്ത ആൾക്കാരാണ്. അത് ഓരോ ആൾക്കാരുടെ സിറ്റുവേഷനാണ്. അതിപ്പോൾ നമ്മൾ മാരേജൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ആൾക്കാരായിട്ട് എങ്ങനെയുണ്ടെന്ന് കൂടുതൽ അറിഞ്ഞ് സംസാരിച്ചൊക്കെ ഓക്കെ ആയതിനു ശേഷം മാരേജ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. എന്നാലും ഓക്കെ സംസാരിച്ചാൽ പോലും ആ ഒരു ലോക്ക് അല്ലെങ്കിൽ ഒരാളുടെ അണ്ടറിലാവുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാണ്ടായിരിക്കുന്നത്. നേരിട്ട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടുകാരെ വീട്ടിൽ അവരുടെ വീട്ടുകാർ അവരോടൊക്കെ ആയിട്ട് ഒന്ന് അന്വേഷിച്ച്, അറേഞ്ച് മാരേജ് ആകുമ്പോൾ എങ്ങനെ പോലും അന്വേഷിക്കും. കുറച്ച് കൂടുതൽ അന്വേഷിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നല്ലതായിരിക്കുന്നതാണ്. കല്യാണം ഒരു അടിമത്തമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അടിമത്തം ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് നമ്മളിപ്പോൾ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിക്കുന്നതും അല്ലാതെ ഇപ്പോൾ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ പാർട്ട്ണറിന് അങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ പ്രശ്നമാണ്. എന്നാലും നമ്മൾ പൊതുവെ പറയില്ലേ കല്യാണം അങ്ങനെ ലോക്കായിപ്പോയി. ഇപ്പോൾ ആൺകുട്ടികളെ വെച്ച് പറയുകയാണെങ്കിൽ ബാച്ചിലർ ലൈഫ് പോയി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്ര വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് ആരും പറയുന്നില്ലല്ലോ. ഇപ്പോൾ ചിലപ്പോൾ 28 വയസ്സ് 29 വയസ്സ് വരെ അത്രയും പ്രായം അടിച്ചു വിളിച്ചിട്ടായിരിക്കും പിന്നെ കല്യാണം കഴിക്കുന്നത്. അത് ഇപ്പോൾ പാർട്ട്ണറിൻ്റെ ഒരു ഇതും കൂടെ നോക്കാം. അല്ലാതെ നമ്മൾ അത്രയും നാളും എങ്ങനെ നടന്നത് അപേക്ഷയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ജീവിതമാണ് ദാമ്പത്യം ജീവിതം. അതിനും ഒരു സുഖമുണ്ട്, അതും ഫീൽ ചെയ്യണം. അല്ലാതെ നമ്മൾ ബാച്ചിലർ മാത്രം അടിച്ചു വിളിച്ചിരുന്ന കാര്യമില്ലല്ലോ. പക്ഷെ പൊതുവെ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഒരു ടൈം കല്യാണ പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രഷറാണ് കഴിക്കുന്നത്. അങ്ങനെ പ്രഷർ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെതായ ടൈം വേണം. ഇപ്പോൾ ആരെയും പ്രഷർ ചെയ്ത് കല്യാണം കഴിപ്പിച്ചിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഞാനും എൻ്റെ ഇതിൽ ഞാനും പറഞ്ഞ ഞാൻ ഒരു 29 വയസ്സ് വരെ അടിച്ചു വിളിച്ച് ജീവിച്ചു എന്നും പറഞ്ഞ് നടന്ന ആളാണ്. 26ാമത്തെ വയസ്സിൽ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ അങ്ങനെ ആക്കി എടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ എന്താണ് നമ്മളങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ടാണ് അങ്ങനെ തോന്നുന്നത്. അല്ലാതെ നമ്മൾ ഓരോ മൊമെന്റ്സും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അല്ലാതെ നമ്മളങ്ങനെ ഉള്ളൂ ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇനി അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാവില്ല. ആ ഒരു മൈൻഡാണ് മാറ്റേണ്ടത്, അല്ലാണ്ട് വേറൊന്നുമില്ല. അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മമാരെല്ലാവരും ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കണേ. കല്യാണം അടിമത്താന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ് ഈ അടിമത്തം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇപ്പൊ ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആൺകൊച്ചാണെങ്കിൽ പെൺകൊച്ചാണെങ്കിൽ ലോക്കായി പോകും, അല്ലെങ്കിൽ ഭാര്യമാരെ പേടിയാണ്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പെർമിഷൻ ചോദിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. അതിന് അടിമത്തം എന്നല്ലല്ലോ, അതിനെ കമ്മിറ്റ്മെന്റ് എന്നല്ലേ പറയണ്ടേ? എന്നാലും ഇപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണം ഇപ്പൊ റിലേഷൻഷിപ്പിൽ നമ്മളിപ്പോ കമ്മിറ്റ്മെന്റ് ആവണമെങ്കിലും ഈ ഒരു പെർമിഷൻ ചോദിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ കുറവാണല്ലോ. അതിനാണ് ഞാൻ ഒറ്റ വാക്കിൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ പരസ്പരം ഇപ്പൊ നിങ്ങൾ അച്ഛനോടും അമ്മയോടും പെർമിഷൻ ചോദിക്കുന്നു, അതേപോലെ തന്നെയല്ലേ ഉള്ളൂ. ഇത് ഒരു കമ്മിറ്റ്മെന്റ് മാത്രമാണെന്നാണ്. അപ്പൊ ഒരു പെർമിഷൻ ചോദിക്കുമ്പോൾ ലോക്കായി പോകുന്നൊന്നും തോന്നുന്നു. അതെങ്ങനെയാ? അപ്പൊ നിങ്ങൾ അച്ഛനോടും അമ്മേനോടും ഒക്കെ ഒരു ഇന്ന സ്ഥലത്ത് പോവാണ് അല്ലെങ്കിൽ അവിടെ ഇത് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കണത് അത് അടിമത്താണോ? എന്നാലും ഇപ്പൊ ഇതൊരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി തന്നെ ഫുള്ളായി മാറുവാണ്. ഫാമിലി അല്ലേ അത്? കല്യാണം കഴിക്കണതിനൊരു ഫാമിലിന്റെ ആക്കാനുള്ള ഇന്ത്യൻ ആ ഒരു കൾച്ചർ വെച്ചിട്ട് ഫാമിലി ആണല്ലോ. അപ്പൊ അവരോട് ചോദിക്കുന്നത് നല്ല കാര്യമല്ലേ, ഈ പറയുന്നത് നല്ല കാര്യമല്ലേ? കമ്മിറ്റ്മെന്റ് പോലെ കണ്ടാൽ പോരെ, അച്ഛനോടും അമ്മയോടും പറയുന്ന പോലെ വിചാരിച്ചാൽ പോരെ. എന്നാലും ഒരു പെർമിഷൻ നമ്മളിപ്പോ ഒറ്റ ലെവലിൽ നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് മാത്രമായിട്ടാണ് ആ ഒരു ഇപ്പൊ ബ്രദറാണ് സിസ്റ്റർ ആണെങ്കിലും പറഞ്ഞിട്ടല്ലേ പോണേ. അതേപോലെ എന്തുകൊണ്ട് കാണുന്നില്ല വിവാഹത്തെ? അതൊരു അടിമത്തം പോലെ എന്തിനാണ് കാണുന്നത്? അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടിമയല്ല മക്കള്. അങ്ങനെ നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചോദിക്കുകയാണെങ്കിൽ അടിമത്തല്ല. അല്ല.